ലാലിലേക്ക് വരുമ്പോൾ, ലാലിപ്പോൾ ജോലി കൊണ്ട് മധ്യ കേരളത്തിൽ കൊച്ചിയിൽ ജീവിക്കുന്നയാളാണ്. നാട് തെക്കൻ കേരളത്തിലാണ്, പത്തനംതിട്ടയിലാണ്. അതേസമയം ഇപ്പോൾ വടക്കൻ കേരളത്തെക്കുറിച്ച് UDF ആധിപത്യം എന്ന് മലയാള മനോരമയെ പോലെയുള്ളവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദേശീയ മാധ്യമങ്ങളുടെ സർവേ എടുത്താൽ പോലും, ഒപ്പീനിയൻ പോൾ എടുത്താലും, ബാക്കി കേരളത്തിലൊക്കെ നമുക്ക് വിടാം, അവരുടെ സർവേകളിൽ കണ്ടൊരു കാര്യം വളരെ കൃത്യമാണ്. അവർ പറയുന്നത് ഭരണം തുടരണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഒരു 40-45% അടുത്ത് നിൽക്കുകയാണ്. വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഭരണം തുടരണ്ട എന്ന് പറയുന്നവർക്ക്. പക്ഷേ അത് കോൺഗ്രസും BJPയുമായി പോകുന്ന രാഷ്ട്രീയമായി വിഭജിക്കപ്പെടുന്ന ഒരു സംഖ്യയാണ്. വളരെ ശക്തമായ ഭരണം തുടരണം എന്നൊരു അഭിപ്രായം കേരളത്തിൽ ഉണ്ട് എന്ന് ഈ സർവേകളെല്ലാം അംഗീകരിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഭരണാനുകൂല മനോഭാവം പൊതുവിലുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിനൊട്ട് കഴിഞ്ഞിട്ടുമില്ല. അത് സർക്കാരിനെ വിലയിരുത്തി വേണമല്ലോ ചെയ്യാൻ. അതിലൊട്ടിൽ പ്രതിപക്ഷ നേതാവും സംഘവും പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മേഖല തിരിച്ച് പ്രചാരണം അവസാനിക്കുമ്പോൾ ലാലിൻ്റെ ഒരു അസസ്മെൻ്റ് എന്താണ്? ഞാൻ ആ അസസ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പ് റജി പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, CPM അല്ലാതെ മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുവെ ചോദിച്ച ചോദ്യം ഈ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ റജി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിച്ചത് വ്യക്തമായി കണക്കുകൾ KPCC പ്രസിഡന്റ് പറഞ്ഞു എന്നാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പറുണ്ടല്ലോ, ഈ പേപ്പറിൻ്റെ 4/1 കഷ്ണം ഉള്ള ഒരു 4/1 വീതിയുള്ളൊരു പേപ്പറിനകത്ത് സൈഡിൽ പുറയിൽ എഴുതിക്കൊണ്ട് വന്നാണ് KPCC പ്രസിഡന്റ് ഈ കാര്യം പറഞ്ഞത്. ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട്, റജിയുടെ പാർട്ടിക്ക് സുതാര്യമായ പാർട്ടിയാണ്. സുതാര്യമായ പാർട്ടിയാണെന്നാണല്ലോ റജി പറയുന്നത്. ആ പാർട്ടിക്ക് നാളെ ബാങ്ക് ഹോളിഡേ ഒന്നുമല്ല, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് തരാൻ പറ. എൻ്റെ ബാങ്കിന് കഴിഞ്ഞ 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ കൈരളി ഇല്ലാണ്ട് ശരത്തിരിപ്പുണ്ട്, ശരത്തേട്ടനെ കൊണ്ടു കൊടുത്താൽ ഓരോ ദിവസത്തെ വാർത്ത നാളെ ആക്കി തരും. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം അത് ചെയ്തു തരും. നിങ്ങൾ അതങ്ങ് കൊടുത്താൽ പോരെ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആരൊക്കെ എത്ര ദിവസം എന്ന ദിവസം പിൻവലിച്ചു, എത്ര പൈസ മൊത്തം വന്നു, അക്കൗണ്ടിലെ പൈസ വേണം. ആപ്പ് വഴി അടുത്തത് ആപ്പ് അങ്ങ് റീഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇവരെ തന്നെ വന്ന് കാണുക. എന്താണ് ആപ്പിനകത്ത് മൊത്തം വന്ന തുക ഇതാണ്, കൈരളി നേരത്തെ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ തിരുത്തി കൊടുക്കണം, ആപ്പ് ഞങ്ങൾ റീഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? നിങ്ങളെന്തിനാ ഇത്ര പേടിക്കുന്നേ? മുസ്ലിം ലീഗിൻ്റെ ആപ്പ് അവിടെ തന്നെ നിലനിൽപ്പുണ്ടല്ലോ, ഇല്ലേ? മുസ്ലിം ലീഗിൻ്റെ ആപ്പ് ഉണ്ട്. മുസ്ലിം ലീഗ് പിരിച്ച പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംശയം നമ്മൾ പ്രകടിപ്പിച്ചിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ വീടിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ സർക്കാരിൻ്റെ വീടുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തിയിരുന്നു. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ഇപ്പോഴത്തേക്ക് മാറ്റിവെക്കാം. മുസ്ലിം ലീഗ് പിരിച്ച പണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ CPMകാരോ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളോ തർക്കം ഉന്നയിച്ചോ? ഇല്ല. DYFI പിരിച്ചത്രയും പണം നിങ്ങൾക്ക് പിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഇവിടുത്തെ തർക്കം വരുന്നത്. നിങ്ങളുടെ പിരിക്കാനുള്ള പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്, നിങ്ങൾ പിരിച്ചിട്ടുണ്ട്, പിരിച്ചത് മുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വാദം. അതിന് ഒരു മാറ്റവും ഇല്ല. പിരിച്ചിട്ടുണ്ട്, മുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന KPCC പ്രസിഡന്റ് ഇരിക്കുന്ന പൈസയുടെ കണക്ക് വന്ന് കഴിഞ്ഞ ദിവസവും ഇവിടുത്തെ ഈ ചർച്ചയ്ക്കകത്ത് വന്ന് കൂട്ടിയിട്ടും ഇത് ഒക്കുന്നില്ല. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട വന്ന ആളോട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച ഒരു കാര്യമാണ്, മൊത്തം വന്നിരിക്കുന്ന പൈസ ഇത്ര, സ്ഥലത്തിന് കൊടുത്ത് ഇത്ര, അപ്പോൾ ബാക്കി ഇത്രയും തുക നിങ്ങളുടെ കയ്യിൽ കാണണമല്ലോ, അതെന്തിയേ? അതിനും മറുപടിയില്ല. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ റജി ഇത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, അപ്പം അതിനകത്ത് നിങ്ങൾ ചാടിക്കയറി അതിലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നാളെ കഴിഞ്ഞും ഒക്കെ ഈ കണക്ക് നാളെയൊക്കെ കൊണ്ടുവരാം. നാളെ കഴിഞ്ഞ് രാവിലെ ആയാലും കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നത്. നാളെ കഴിഞ്ഞ് ബാങ്ക് ഹോളിഡേ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തിലാട്ടെ. അടുത്ത മാത്യുവിൻ്റെ കാര്യമാണ്. അതിനും മറുപടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മാത്യുവിന് ഇത്രയും ദിവസം, മാത്യു കൊള്ളുനാടിനെയാണ് ഞാൻ മാത്യു എന്ന് വിളിച്ചത്. മാത്യുവിന് ഇത്രയും ദിവസം ഇതൊരു പ്രശ്നമേ അല്ലായിരുന്നു. ഈ പ്രശ്നം നോക്കൂ, കേരളത്തിൻ്റെ സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ ഒരഴിമതിക്ക് വേണ്ടി ഇത്രയും പേരുടെ ജീവൻ വിട്ടുകൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലല്ലേ ഈ മനുഷ്യൻ ലിറ്റിഗേറ്റ് ചെയ്യേണ്ടത്? ഇദ്ദേഹം പിണറായി വിജയൻ്റെ മകളുടെ പേര് പറഞ്ഞ് ലിറ്റിഗേറ്റ് ചെയ്തില്ലേ? ഈ പറഞ്ഞ അഴിമതിയെക്കുറിച്ചെല്ലാം അദ്ദേഹം ലിറ്റിഗേറ്റ് ചെയ്തില്ലേ? ഇത്ര ദിവസം ഇവിടുത്തെ ആരോപണം വന്ന് എത്രയോ പേരുടെ ജീവൻ പോയ വിഷയമാണ്. മാത്യു കുഴൽനാടൻ എന്തിനാ കരക്ക് കയറിയിരുന്നത്? മാത്യു കുഴൽനാടൻ എന്തായിരുന്നു പ്രശ്നം? ലിറ്റിഗേറ്റ് ചെയ്യാൻ എന്താ പ്രശ്നം? വക്കീലല്ലേ? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഒരു സർപ്രൈസ് തന്ന്
നാട്ടുകാരെ പറ്റിക്കാൻ എന്നാണ് വിചാരിക്കുന്നത്. നാട്ടുകാർ പൊട്ടന്മാരല്ലെന്നുള്ള കാര്യം ഇവർ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. കേൾക്കുന്നവർ ക്ഷമിക്കണം. അതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളട്ടെ. നാട്ടുകാർ വെറും മണ്ടന്മാരാണെങ്കിൽ മാത്രമേ. അതെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല, ഒരു നിമിഷം, ആ വിഷയത്തിൽ തന്നെയാണ്. അതായത് പക്ഷേ അതിൽ മറ്റൊന്നുകൂടിയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പറയാം. അതായത് 2018 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിലേക്ക് ആളുകൾ പോയിരുന്നു. വിദഗ്ധ റിപ്പോർട്ടുകൾ പരിശോധിച്ച്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച്, വിദഗ്ധരുടെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് കോടതി തന്നെ തള്ളിക്കളഞ്ഞ വാദമാണ് ഈ പറഞ്ഞതൊക്കെയും. അപ്പോൾ അതിന് ലാലു പറഞ്ഞ പോലെ ആ പരിശോധനകൾ കഴിഞ്ഞതാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോകുന്നത്. മാത്യു പറഞ്ഞ വാദം എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ പറയുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഈ ഡീലുണ്ടാക്കിയെന്ന് വേണം വരാൻ. ഏതാ? അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞിട്ട് അഴിമതി നടത്താൻ വേണ്ടി മഴയും കൂടെ പെയ്തെന്നുകൂടി ഇവർ പറയണം. കേരളത്തിൽ മഴ പെയ്തില്ലെന്ന് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആർക്കേലും പ്രശ്നമുണ്ടോ? മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വലിയ സ്കെയിലിൽ മഴ പെയ്തു എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞിട്ട് മഴയും കൂടെ പെയ്തു എന്ന് മാത്യു പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം തീരുമാനമാവും. ഈ പറയുന്നതിനൊരു നാണം. കേൾക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തുകൊണ്ടല്ലേ? അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നാൽ നമുക്ക് ഇങ്ങനൊരു അഴിമതി ഉണ്ടാക്കാമെന്ന് ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് മുഖ്യമന്ത്രി തീരുമാനിച്ച് നാണോ മാനവും ഉണ്ടെങ്കിൽ ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ കാണുന്നത്. ഒരല്പം ആ വാക്ക് ഞാൻ പ്രയോഗം ഞാൻ തിരിച്ചെടുത്തു. നാണോ മാനം എന്നുള്ള വാക്ക് ഞാൻ തിരിച്ചെടുത്തു. ഒരല്പം മര്യാദ ഉണ്ടെങ്കിൽ, ഈ സംസ്ഥാനത്തെ ജനതയോട് ഒരല്പം മര്യാദ ഉണ്ടെങ്കിൽ ഈ വർത്താനം പറയില്ല. ഇത് മര്യാദകേടിൻ്റെ അങ്ങേ അറ്റമാണ്. നിയമസഭ നിൽക്കോ, ഇങ്ങനെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലിരിക്കുന്ന മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു നീചപ്രവൃത്തി ചെയ്തെങ്കിൽ അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിക്കുന്നതിന് ഇയാൾക്ക് എന്തായിരുന്നു കുഴപ്പം? ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവരുന്നതിന് എന്തായിരുന്നു പ്രശ്നം? ഇത് എന്നിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസത്തിൽ ഈ പറയുന്ന നാട്ടുകാരുടെ മൊത്തം പൈസ മേടിച്ച് അടിച്ച് മാറ്റി കോൺഗ്രസ്സുകാർ മൊത്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് ജയിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ വർഗീയത മൊത്തം പറഞ്ഞു. താങ്കൾ പറഞ്ഞില്ലേ ഈ വർഗീയത? ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മനസ്സിൽ തീകോരിയിട്ടിട്ട് CPM വിരുദ്ധത പറയിക്കാനാണ് നോക്കുന്നത്. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫണ്ട് കാര്യം പറഞ്ഞില്ല, ഓരോ വീടുകളിൽ കയറി ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവരെന്താണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി എന്താ ചെയ്തത്? ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ താഴെ പോയപ്പം കൈകൊട്ടിയവന്മാർ സംശയമുണ്ടോ ആ കാര്യത്തിൽ? ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബാബറി മസ്ജിദിന് മുമ്പും ബാബറി മസ്ജിദ് കഴിഞ്ഞും എന്ന രാഷ്ട്രീയമേ ഉള്ളൂ. അത് ബോധ്യമുള്ളവർക്ക് മനസ്സിലാവും. രാമേന്ദ്ര ഗുഹയൊന്ന് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ബാബറി മസ്ജിദ് കഴിഞ്ഞ രാഷ്ട്രീയം എന്നത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പൂർണ്ണമായി അടിയറ വെച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിനെ മൊത്തം പൗരന്മാരല്ലാതെ രണ്ടാംകട പൗരന്മാരാക്കി തള്ളിവിട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി വെച്ച കോൺഗ്രസ്സുകാര് വന്നിരുന്ന് മറുപടി പറയുകയാണ്. എന്താണ്? ന്യൂനപക്ഷത്തിനെതിരാണ് CPM. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞതാണ്. അവസാനം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വോട്ട് പോലും ഇവർക്ക് കിട്ടിയില്ല. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന കാര്യമാണ്. കുറേ പേരെയൊക്കെ ഇവർക്ക് പറ്റിക്കാനൊക്കെ പറ്റും. പക്ഷേ ജനം ഇതിൻ്റെ ഇവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കും. ഇടതുപക്ഷം പറയുന്നതിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാര്യം അത് ഈ പറയുന്ന പോലെ ഏത് കെട്ടകാലത്തും ഉള്ള ഒരു പ്രശ്നമാണ്. ആ കെട്ടകാലമൊക്കെ കടന്നു തന്നെ പോകുന്നു തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.